കായംകുളം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്തിന്റെ വിവിധ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടിപ്പിച്ച കോഫി വിത്ത് മിനിസ്റ്റർ പരിപാടി ശ്രദ്ധേയമായി. ബ്രൂഫിയ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം സംസ്ഥാന സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികളെ നമുക്ക് ശക്തിപ്പെടുത്തണം. ഇതെല്ലാം തീർച്ചയായിട്ടും ഇവിടെ ഉയർന്നു വന്ന ചർച്ചകളെല്ലാം ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. ഉയർന്നു വന്ന വികസന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ ബജറ്റിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ ബജറ്റ് പ്രൊവിഷൻസ് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി അത് നടത്തിയെടുക്കുക എന്ന ഒരു കാര്യമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ മുമ്പിലുള്ളത്. അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ പല പ്രശ്നങ്ങൾ, ഇവിടെ സസ്യ മാർക്കറ്റിലെ പാലവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഏകദേശം കുറേ പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിലവിൽ ഭൂമി ഏറ്റെടുക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ക്രിയേഷൻ ഉൾപ്പെടെ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്ന ഉൾപ്പെടെ കൂടുതൽ വേഗത്തിൽ നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട 13 ഇന ആവശ്യങ്ങളടങ്ങിയ പ്രമേയം ചടങ്ങിൽ മന്ത്രിക്ക് കൈമാറി. RWA മേഖലാ പ്രസിഡന്റ് ഒ അബ്ദുൾ ഹമീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി എ താഹ കുഞ്ഞ് വികസന പ്രമേയം അവതരിപ്പിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം, ആവശ്യമായ ജീവനക്കാരെ നിയമിക്കൽ, പോസ്റ്റ്മോർട്ടം സൗകര്യം ഏർപ്പെടുത്തുക, വർഷങ്ങളായുള്ള ആവശ്യമായ കായംകുളം താലൂക്ക് അനുവദിക്കുക, കായലോര വിശ്രമ കേന്ദ്രത്തിന്റെ വികസനം, റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി സംവിധാനം, കന്നിസ കടവ് പാല നിർമ്മാണം എന്നിവ പ്രമേയത്തിലെ പ്രധാന ആവശ്യങ്ങളാണ്. കൂടാതെ ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തെ ദേശീയ ഗവേഷണ കേന്ദ്രമാക്കി ഉയർത്തുക, സസ്യമാർക്കറ്റിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി, പൊതുശ്മശാനം അത്യാധുനിക രീതിയിൽ വൈദ്യുതീകരിക്കുക, തുണ്ടത്തിൽ കൃഷ്ണപിള്ള മെമ്മോറിയൽ കോംപ്ലക്സ് ഉൾപ്പെടെയുള്ളവ നവീകരിക്കുക, ദേശീയപാത 66 കായംകുളം ഭാഗം എലിവേറ്റഡ് ഹൈവേ ആക്കുക, പുതിയിടം ക്ഷേത്രകുളത്തിന് ചുറ്റും കായികോപകരണങ്ങൾ സ്ഥാപിക്കുക, കായംകുളം വള്ളംകളി നെഹ്റു ട്രോഫി നിലവാരത്തിൽ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ആയുർവേദ ശാസ്ത്ര രംഗത്ത് ഉന്നത നേട്ടം കൈവരിച്ച ഡോക്ടർ സൈനുലബ്ദീനെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. RWA ജനറൽ സെക്രട്ടറി TG അജികുമാർ സ്വാഗതവും ട്രഷറർ നിഹാസ് അബ്ദുൾ അസീസ് നന്ദിയും രേഖപ്പെടുത്തി. മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു നസറുള്ള, നഗരസഭാ കൗൺസിലർ മുബീർ ഓടനാട്, ഭാരവാഹികളായ നസീം ഖാൻ, ജേക്കബ് ഉമ്മൻ, റിയാസ് പുലരി, അഷ്റഫ് കായംകുളം, എ സലീം, സലാഹുദ്ദീൻ, സ്വപ്ന സുരേഷ്, വിവിധ RWA പ്രതിനിധികളായ ജയപ്രസാദ്, സുമേഷ്, റെജി, ജിജി, ബോബൻ, ബിനു ശ്രീകുമാർ, ബിബിൻ മോഹൻ, അനസ് കബീർ, റോയി സക്രിയ, സമദ്, അബ്ദുൾ സത്താർ, MK മുജീബ്, ഷാനവാസ് പറമ്പിൽ, ജയപ്രകാശ്, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.